ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന സ്നേഹക്കൂടിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ സ്നേഹക്കൂട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് എന്നും ഈ ചാനലിൽ സ്നേഹക്കൂടിന്റെ ഫുൾ വിശേഷവുമായി രാവിലെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പൊ ഏതായാലും നമ്മുടെ പല്ലവിയുടെയും സേതുവിന്റെയും വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കോളേജാണ് കേട്ടോ. നമ്മുടെ പല്ലവി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കുമാണ് മാധവന്റെ മകളായ സ്വാതി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫോണിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല്ലവി അവിടെ ക്ലാസ് കൊടുക്കാണ് കേട്ടോ. അപ്പൊ പല്ലവി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വാതി ശ്രദ്ധിക്കുന്നില്ല. സ്വാതി ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ പല്ലവി പറഞ്ഞു, കുട്ടി എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. എന്തിനാ ഞാനിപ്പോൾ എണീറ്റ് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം കുട്ടിക്ക് ഒരു മാനേഴ്സും ഇല്ലേ. ക്ലാസ് റൂമിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്തിനാ ഇപ്പൊ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഫോൺ കാണുക എന്നൊക്കെ പറയുന്നത് എന്റെ സ്വാതന്ത്ര്യമല്ലേ. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഫോൺ മേടിച്ചു തന്നിരിക്കുന്നത് ഫോൺ കാണാനാണ്, ഇത് ഉപയോഗിക്കാനാണ്. അല്ലാതെ ഇതെന്റെ കയ്യിൽ ചുമ്മാ പിടിച്ചോണ്ട് നടക്കാനുള്ളതൊന്നും അല്ലല്ലോ. ഫോൺ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഉപയോഗിക്കാനുള്ളത് തന്നെയാണെന്ന് പറയുമ്പം അത് ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷെ അത് വെച്ച് കുട്ടി ദുരുപയോഗം ചെയ്യരുത്. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. കുട്ടിയുടെ ഇതുപോലെയുള്ള പല ചേഷ്ടകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ കുട്ടി ഇവിടെയല്ല ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിപ്പോ എന്റെ ഇഷ്ടം. ടീച്ചർ ക്ലാസ് എടുക്കുന്നു, അത് മിസ് ക്ലാസ് എടുക്കുന്നു, അത് കേൾക്കണോ വേണ്ടയോ എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, അല്ലാതെ അത് മിസ്സാണോ തീരുമാനിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പം ഞാനൊരു കാര്യം പറയാം. ഇത് ലാസ്റ്റ് വാണിങ്ങാ. തന്റെ അമ്മേനെയും അച്ഛനെയും വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് കേറിയാ മതി ക്ലാസ് റൂമിൽ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വാതിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വാതിയുടെ അമ്മ വരികയാണ് കേട്ടോ. അപ്പൊ സ്വാതിയുടെ അമ്മ വരുന്നു കോളേജിൽ വന്നു കഴിയുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ സ്വാതിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മാതാപിതാക്കൾ കേൾക്കാൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്, ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അടുത്ത് പല്ലവി നിൽപ്പുണ്ട്. അങ്ങനെ പല്ലവിയുടെ പരാതി പ്രകാരമാണ് കോളേജിലെ പ്രിൻസിപ്പാള് ആ ഒരു മീറ്റിംഗ് പോലെ അവിടെ പേരൻസിനെ വിളിച്ച് നടത്തുന്നത്. അങ്ങനെ സ്വാതി പറയുന്നുണ്ട്, എന്റെ അച്ഛൻ മേടിച്ചു തന്ന ഫോൺ അതെനിക്ക് യൂസ് ചെയ്യാനുള്ളതല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്വാതിയുടെ അമ്മ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. മാധവന്റെ ഭാര്യ ദേഷ്യപ്പെടുകയാണ്. നീ എന്താണ് ഈ കാണിക്കുന്നത്, നിന്നെ പഠിക്കാനല്ലേ ഇങ്ങോട്ടേക്ക് വിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ സ്വാതിക്ക് പല്ലവിയോടുള്ള ദേഷ്യം ഇങ്ങനെ കൂടി വരികയാണ്. പല്ലവി കാരണമാണല്ലോ സ്കൂൾ എന്നാ വരുന്നത്, കോളേജിലേക്ക് വിളിച്ചു വരുത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അതുമാത്രമല്ല, സ്വാതി ഒട്ടും പഠിക്കില്ല എന്നും മറ്റു കുട്ടികളെ പോലും ഉഴപ്പാൻ വേണ്ടി സ്വാതി കാരണം മറ്റു കുട്ടികൾ പോലും ഉഴപ്പി പോവുകയാണെന്നും സ്വാതിയോട് കൂട്ടുകൂടുന്ന എല്ലാ കുട്ടികൾക്കും ഇത് തന്നെയാണ് അവസ്ഥ എന്നും ഒക്കെ പ്രിൻസിപ്പാൾ പറഞ്ഞു. പിന്നെ പല്ലവി മാത്രമല്ല പല മിസ്സുമാരും എന്നോട് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടി പല വിഷയങ്ങൾ എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നു കേട്ടോ നമ്മുടെ സ്വാതിയുടെ അമ്മയ്ക്ക്. സ്വാതിയുടെ അമ്മ പറഞ്ഞു, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം സാർ, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ പല്ലവി അവിടെ നിന്ന് പോകുമ്പോൾ മാധവനെ കാണുന്നുണ്ട്. അപ്പൊ മാധവനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും മാധവന് ഇങ്ങനെ സംസാരിക്കാണ്, നീ പല്ലവി ഇവിടെയാണല്ലേ പഠിപ്പിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെ, ഞാൻ ഇവിടെയാണ് സാർ പഠിപ്പിക്കുന്നത്. അല്ല സാർ എന്താ ഇവിടെ? അതെ, എന്റെ മോളാണ് സ്വാതി. ആണോ? സ്വാതി സാറിന്റെ മോളാണോ? എന്റെ ഞാനും സ്വാതിനെ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാനും സ്വാതിയുടെ ക്ലാസ് ടീച്ചറാണ് എന്നിങ്ങനെ പറഞ്ഞപ്പം ആണല്ലേ. അപ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് പല്ലവി ഓർത്തത്, വേണ്ട, കാര്യങ്ങളൊന്നും നടന്നത് പറയണ്ട, ഞാനാണ് സ്വാതിനെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധവ സാറിന് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നുമായിരിക്കും. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വാതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പല്ലവിയാണ് വിളിച്ചു വരുത്തിയത് എന്ന് മാധവനോട് പറയുന്നില്ല കേട്ടോ. ഏതായാലും പല്ലവി അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്വാതിയുടെ അമ്മ വരികയാണ്, മാധവന്റെ ഭാര്യ വരികയാണ്. മാധവന്റെ ഭാര്യയോട് ചോദിക്കുക, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റാനൊന്നുമില്ല, ഞാനതൊക്കെ പിന്നെ പറയാന്ന് പറയുക. അപ്പൊ സ്വാതി ഒന്ന് നമ്മുടെ മാധവന്റെ മുഖത്തേക്ക് നോക്കുവാണ്. അപ്പം മാധവൻ ഒന്ന് ചിരിച്ചു കാണിക്കുക കേട്ടോ. ഈ സ്വാതിയുടെയും മക്കളുടെയൊക്കെ ഈ കുട്ടിക്കുറുമ്പിനെല്ലാം കൂട്ടു നിൽക്കുന്ന ഒരാൾ മാധവൻ തന്നെയാണ്. മാധവനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാധീനയും കൂടെയുള്ള മക്കളെയൊക്കെ ഇങ്ങനെ ആക്കി തീർത്തത്. മക്കൾക്ക് അമിത സ്വാതന്ത്ര്യവും ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ ഈ മാധവൻ തന്നെയാണ്. അപ്പൊ ഇവര് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതിനു ശേഷം കാണിക്കുന്ന നമ്മുടെ സേതുവിനെയാണ്. അപ്പൊ സേതു ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ പല്ലവി വരുന്നു. അപ്പൊ പല്ലവി, സ്വാതി എന്റെ കോളേജിലാണ് പഠിക്കുന്നത്, മാധവ സാറിന്റെ മോള് സ്വാതി എന്റെ കോളേജിലാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വാദോരാതെ ഇങ്ങനെ സംസാരിക്കുകയാണ് മാധവനെ കുറിച്ചൊക്കെ. അപ്പൊ ദേഷ്യം വന്നു സേതുവിന്. സേതു പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം,
അയാളെക്കുറിച്ച് എന്നോട് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അയാള് എൻ്റെ അച്ഛനാണെന്നോ എനിക്കത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. ആ സ്വാതി എവിടെ പഠിക്കുമെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. അവരുടെ മക്കളായി അവരായി അവരുടെ പാടായി. പക്ഷേ എനിക്ക് ഈ കാര്യം കേൾക്കുന്നത് ഇഷ്ടമല്ല. ഇനി മേലാൽ എന്നോട് ഈ കാര്യം സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള ആളെയും വിളിച്ചുകൊണ്ട് നമ്മുടെ സേതുമാധവൻ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പല്ലവി അങ്ങ് ചമ്മി നാറിപ്പോയി. കാരണം അവിടെ കുറെ പേരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ മാധവൻ അത് പ്രതീക്ഷിച്ചില്ല. മാധവൻ ഇഷ്ടമല്ലല്ലോ, അല്ല സോറി മാധവനല്ല, സേതുവിന് ഇഷ്ടമല്ലല്ലോ മാധവനെ. അപ്പൊ അതുകൊണ്ട് മാധവൻ അത് കൂട്ടാക്കിയതുമില്ല. അതൊക്കെ കഴിഞ്ഞാണ് മാധവൻ ചിന്തിച്ചത്, ഈശോ ഞാൻ പറഞ്ഞത് മോശമായി പോയല്ലോ, പറയണ്ടായിരുന്നു എന്നൊരു ചിന്ത നമ്മുടെ മാധവന് തോന്നിയത് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മാധവനല്ല സോറി സേതു മാധവന് മാറിപ്പോവാണല്ലേ. അപ്പം മാധവന്റെ മകനാണ് കേട്ടോ സേതു. അപ്പൊ പെട്ടെന്ന് പറയുമ്പോൾ മാറിപ്പോകുന്നതാണ്. നമ്മൾ ഈ കഥയങ്ങ് തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിച്ചേക്കണേ. അപ്പൊ അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാധവന്റെ വീടാണ്. അപ്പൊ മാധവന്റെ വീട്ടിൽ മാധവന്റെ ഭാര്യയുമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പം ഭാര്യ പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ മക്കളെ ഇങ്ങനെ വെറുതെ പാഴാക്കി കളയരുത്. എന്തിനാ അവരിങ്ങനെ പാഴാക്കി കളയുന്നത്? അവരുടെ താളത്തിനൊത്ത് എന്തിനാ വെറുതെ തുള്ളുന്നത്? അതുകൊണ്ടാണല്ലോ ഇപ്പൊ കണ്ടില്ലേ അവളുടെ കുറ്റങ്ങളല്ലേ കൂടുതലും അവിടെ ചെന്നപ്പോ കേൾക്കാനായിട്ട് സാധിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാധവൻ പറയാണ്, അതൊന്നും സാരമില്ലടി, അതൊക്കെ മാറിക്കോളും. പിന്നെ നമ്മൾ മക്കളെ അങ്ങോട്ട് പിടിച്ചു നിർത്തുകയല്ല ചെയ്യേണ്ടത്, അവരുടെ താളത്തിനൊത്തും തുള്ളുവല്ല ചെയ്യേണ്ടത്. പക്ഷെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളല്ലാതെ പിന്നെ വേറെ ആരാ സാധിച്ചു കൊടുക്കാനുള്ളത്? നമ്മൾ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആ ആഗ്രഹം മനസ്സിൽ കിടന്ന് ഇങ്ങനെ ആ ഒരു ആഗ്രഹം കാരണം അവരെന്താ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വരും. അത് ഈ പ്രായമാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കേണ്ടത്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവരിലൂടെയല്ലേ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാധവന്റെ ഭാര്യ പറയുന്നുണ്ട്, മക്കളുടെ താളത്തിനൊത്ത് തുള്ളുന്നതൊക്കെ കൊള്ളാം, എന്ത് പ്രശ്നം വന്നാലും ഏറ്റുപിടിക്കാൻ തയ്യാറായിക്കോളെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഏറ്റുപിടിച്ചോളാം. ഏതായാലും നമുക്കിങ്ങനെ സംസാരിച്ച് സമയം കളയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം താൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നല്ലൊരു ദിവസമായിട്ട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ ചെറിയ റൊമാൻസ് രീതിയിലൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കുമാണ് മക്കൾ തലകടയും പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഓടി വരുന്നത്. ഞങ്ങൾ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ന് ഫാമിലി ഡേ ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്കണമെന്ന് പറഞ്ഞ് ഓടി വന്ന് നമ്മുടെ മാധവന്റെ ഭാര്യയുടെയും നടുക്കായിട്ട് 3 മക്കളും കിടക്കുകയാണ്. അപ്പം ഒരു നല്ലൊരു ഫാമിലി തന്നെയാണ് കേട്ടോ, നമുക്ക് കണ്ടിരിക്കാനായിട്ട് തോന്നും അവരുടെ ആ ഒരു ഇതും. പിന്നെ നമ്മുടെ മാധവനെ അറിയാലോ, പണ്ടത്തെ നമ്മുടെ ശിവന്റെ അഞ്ജലിയുടെ ഒക്കെ കഥ, അതായത് ബാലന്റെ കഥയിലെ നമ്മുടെ മാധവൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് തമ്പി ആയിരുന്നു. തമ്പീനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അന്ന് ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടി ഇഷ്ടമാണ്. കാരണം നമുക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു കഥയിൽ വന്നതോടെ ആ ഒരു മിസ്സിങ് അങ്ങ് പോയി. നമ്മുടെ തമ്പി ഉണ്ട്. ഏതായാലും ഈ കഥയിൽ നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇതിനൊക്കെ ശേഷം കാണിക്കുന്നത് നമ്മുടെ പല്ലവി വരികയാണ്. അപ്പൊ പല്ലവി പിറ്റേ ദിവസം പല്ലവി ഇങ്ങനെ വരികയാണ്. പല്ലവി വരുന്നത് കണ്ടതും നമ്മുടെ സേതു കൊണ്ടു കേട്ടോ. അപ്പം സേതുവിന്റെ കൂട്ടുകാരനോട് പല്ലവി മിണ്ടി പക്ഷെ നമ്മുടെ സേതുവിനോട് മിണ്ടിയില്ല. സേതുവിനോട് മിണ്ടാത്തത് കൊണ്ട് തന്നെ സേതുവിന് വല്ലാത്ത ഒരു നീരസം. സേതു പറഞ്ഞു, എന്താണ് അവൾ എന്നോട് മിണ്ടാതെ പോയത്? ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞങ്ങോട്ട് കൊടുത്തത്, അതുകൊണ്ടാ മിണ്ടാത്തത്. ഇന്നലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കളിയാക്കിയില്ലേ പല്ലവീനെ, അതുകൊണ്ടാ പല്ലവി ചേച്ചി മിണ്ടാത്തതെന്ന് പറഞ്ഞപ്പം, ആണോ എങ്കിൽ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? അവള് മിണ്ടാത്തത് കൊണ്ട് ഒരു രസവും ഇല്ലെന്ന് പറഞ്ഞപ്പോ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, ഒരു കാര്യം ചെയ്യുക, അങ്ങോട്ടേക്ക് ചെന്ന് സോറി പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സേതു പോയി പല്ലവിനോട് സോറി പറയാണ് കേട്ടോ. അപ്പൊ പല്ലവിയോട് ചെന്ന് പറഞ്ഞു, അതെ എന്തു പറ്റി എന്നോട് മിണ്ടാത്തത്, സോറി കിട്ടോ എന്ന് പറയുമ്പോ, പിന്നെ ഞാൻ മിണ്ടേണ്ട കാര്യമില്ലല്ലോ, മിണ്ടിക്കഴിഞ്ഞാലാണല്ലോ ഇങ്ങോട്ട് ഓരോന്ന് പറയുകയും കുറ്റപ്പെടുത്തുകയും വഴക്കൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ മിണ്ടണത്? അത് പിന്നെ എനിക്ക് ആ മാധവന്റെ കാര്യം കേൾക്കുന്നതേ കലിപ്പ. എൻ്റെ അച്ഛനൊക്കെയാ കാര്യം ശരിയാ, പക്ഷെ എനിക്കിഷ്ടമല്ല. അതാര് പറഞ്ഞാലും ഞാൻ സഹിക്കില്ല, എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നോട് ആ കാര്യം മാത്രം പറയാതെ വേറെ എന്ത് കാര്യം വേണമെങ്കിലും പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയുമ്പം, അതെനിക്കറിയത്തില്ലല്ലോ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഏതാണ് ഇഷ്ടമല്ലാത്തതൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ സംസാരിച്ചത് എന്ന് പറഞ്ഞപ്പം, എന്തോ എന്നോട് പല്ലവി മിണ്ടാതെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ ഒരു ഫ്രണ്ടിന്റെ സ്ഥാനത്ത് കണ്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഫ്രണ്ടിന്റെ സ്ഥാനത്തോ? അതിനിപ്പോ എന്താ, ഫ്രണ്ടിന്റെ സ്ഥാനത്ത് കാണാലോ. അല്ല ഒരു കാര്യം ചെയ്യോ, എന്നെ ഇയാള് ഇങ്ങേര് എന്നൊക്കെയല്ലേ വിളിക്കുന്നത്, ഇനി അങ്ങനെ വിളിക്കരുത്. ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ വിളിച്ചോ. ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നത് പോലെയോ? ഫ്രണ്ടിനെ വിളിക്കുന്നത് പോലെ എന്ന് പറയുമ്പം ഇപ്പൊ ഞാൻ എന്ത് വിളിക്കണം എന്നായി പറയുന്നത്? അത് പിന്നെ അത് പല്ലവി ഫ്രണ്ട്സിനെയൊക്കെ എങ്ങനെയൊക്കെ വിളിക്കുന്നത്, അത് പേരെടുത്ത് വിളിക്കണോ? ഞാൻ സേതുമാധവൻ എന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പം പെട്ടെന്ന് നമ്മുടെ സേതു ഇങ്ങനെ നോക്കുകയാണ്. അപ്പം പല്ലവി പറഞ്ഞു, ഇല്ലില്ല, സേതുമാധവൻ എന്ന് ഞാൻ വിളിക്കുന്നില്ല. സേതുമാധവൻ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും അച്ഛന്റെ പേര് വരുന്നുണ്ടല്ലോ അല്ലെ, എന്നാ പിന്നെ സേതു ഏട്ടാന്ന് വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാനാട്ടോ. അപ്പൊ ഇങ്ങനെ അവരുടെ സംസാരമൊക്കെ കാണിച്ചിട്ടാണ്
ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ അടിപൊളി വിശേഷം തന്നെയാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഇനി മുതൽ നമ്മുടെ സേതുവിന്റെയും പല്ലവിയുടെയും വിശേഷമായിട്ട് രാവിലെ എത്തുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ കാണുക കേട്ടോ. അപ്പൊ അടിപൊളി വിശേഷം തന്നെയാണ്, നമ്മൾ ബോറടിപ്പിക്കാതെ തന്നെയാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ രാവിലെയും വൈകിട്ട് പ്രേമ വിശേഷവുമായിട്ട് നമ്മുടെ ചിന്നു സീരിയൽസിൽ വരുന്നതായിരിക്കും. അപ്പൊ ഇതിലാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മൾ ഇതിൽ നമ്മുടെ ആദർശിന്റെയും നയനയുടെയും കഥയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടെ. നമ്മുടെ ജിൽ ചിന്നുവില് ചെയ്യുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവതിയുടെയും സച്ചിയുടെയും കഥയും ഗൗതമിന്റെയും നന്ദയുടെയും കഥയാണ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.